ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ശ്രീമദ് ഭാഗവതം ശ്രവണത്തിലേക്ക് എല്ലാ ഭക്തന്മാർക്കും വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീമദ് ഭാഗവതം എന്ന മനോഹരമായ വ്യാസദേവന്റെ അമലമായിട്ടുള്ള പുരാണം അതിനെ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്ന വസ്തു അല്ലെങ്കിൽ വസ്തു നിർദ്ദേശം എന്താണെന്ന് കണ്ടു. ശ്രീമദ് ഭാഗവതത്തിന്റെ ഗ്രേറ്റ്നെസ്, മഹത്വം എന്താണെന്ന് കണ്ടു. ശ്രീമദ് ഭാഗവതത്തിന്റെ സ്വീറ്റ്നെസ്, മാധുര്യം എന്താണെന്ന് കണ്ടു. പിന്നെ നൈമിഷാരണത്തിലെ ഋഷിമാര് സൂത ഗോസ്വാമിയെ ഗ്ലോറിഫൈ ചെയ്തിട്ട് സൂത ഗോസ്വാമിയോട് 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ 6 ചോദ്യങ്ങളാണ് അവസാനം ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ അധ്യായത്തിന്റെ അവസാനം വരെ നമ്മൾ ഉള്ള ശ്ലോകങ്ങളിൽ കണ്ടത്. ആ 6 ചോദ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാലും നമുക്കൊന്നും കൂടി പറയാം. ഒന്ന്, അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ, അതായത് എല്ലാവർക്കും പരമമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം എസെൻസ് ഓഫ് ഓൾ സ്ക്രിപ്ചേഴ്സ് എന്നാണ്, അതായത് വൈദിക സാഹിത്യങ്ങളിലെ എല്ലാത്തിൻ്റെയും സാരം എന്താണെന്നാണ് ചോദിച്ചത്. 3, പർപ്പസ് ഓഫ് കൃഷ്ണാസ് അപ്പിയറൻസ്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകി വസുദേവരുടെ നന്ദനനായിട്ട് എന്തിനാണ് അവതരിച്ചത് എന്ന് ചോദിച്ചു. 4ാമത്തെ ചോദ്യം പുരുഷ അവതാരങ്ങളെ കുറിച്ചായിരുന്നു. 5ാമത്തെ ചോദ്യം ലീല അവതാരങ്ങളെ കുറിച്ചായിരുന്നു. 6ാമത്തെ ചോദ്യം ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്ത് നിന്ന് തന്റെ ലീലകൾ ഉപസംഹരിച്ചുകൊണ്ട് ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ വന്നത്. അപ്പോൾ അദ്ദേഹം പോയതിനു ശേഷം ധർമ്മം ആരെയാണ് ആശ്രയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇതാണ് 6 ചോദ്യങ്ങൾ. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീരവനചാരി, ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം, ജയ കൃഷ്ണ ബലരാം, കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ്, ജയ ഗൗരനിതായ്, ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ്, പ്രഭുപാദ്, പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ്, ഗുരുദേവ്, ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद
श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. എല്ലാവരും അവരവരുടെ ഭാഗവതത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ എല്ലാം എടുത്തു വെച്ച് തയ്യാറായി ഇരിക്കുക. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആദ്യത്തെ 15 ശ്ലോകങ്ങളാണ് പറ്റുമെങ്കിൽ. കാരണം രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഭക്തിയുത സേവനത്തെക്കുറിച്ചാണ്, ഡിവോഷണൽ സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. സൂത ഗോസ്വാമി ഈ ചാപ്റ്ററിൽ 34 ശ്ലോകങ്ങളുണ്ട്. 34 ശ്ലോകങ്ങളിൽ സൂത ഗോസ്വാമി എന്ത് ചെയ്യും? ഋഷിമാരുടെ ചോദ്യങ്ങളിൽ ആദ്യത്തെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. 1, 2, 3, 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്ന വളരെ പ്രത്യേകതയുള്ള ചാപ്റ്ററാണ്. പിന്നെ ഇത് ചെറുതായിട്ട് ഫിലോസഫിക്കൽ, അതായത് തത്വചിന്തയാണ്. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം നമുക്ക് ഗുരുവും ഭഗവാനും തരികയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണ പ്രതിപൂജ്യ വജസ്തേഷാം പ്രവക്തും ഉപചക്രമേ. എന്താണ് പറയുന്നത്? ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണഃ പ്രതിപൂജ്യ വജസ്തേഷാം പ്രവക്തും ഉപചക്രമേ. ഇതി സംപ്രശ്ന. സംപ്രശ്ന എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിച്ചു. ആര് ചോദ്യങ്ങൾ ചോദിച്ചു? ശൗനകാദി ഋഷികൾ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോ ആരോടാണ് ചോദിച്ചത്? സൂത ഗോസ്വാമിയോട്. സൂത ഗോസ്വാമിക്ക് ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ എന്തുണ്ടായി? സംഹൃഷ്ടോ, വളരെയധികം സന്തോഷമുണ്ടായി. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ചോദ്യങ്ങളല്ല. ആ മഹർഷിമാരുടെ കാരുണ്യവും ഭൂതദയയും അറിയാനുള്ള ആഗ്രഹവും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനവും എല്ലാം ചേർന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് അവർക്ക് വളരെയധികം ആ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സൂത ഗോസ്വാമിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ രോമഹർഷണ സുതനായ, രൗമഹർഷണ എന്ന് പറഞ്ഞാൽ രോമഹർഷണ സുതൻ, രോമഹർഷണ സൂതയുടെ പുത്രനാണ് ആര്? സൂത ഗോസ്വാമി എന്ന് പറയുന്നത്. ഉഗ്രശ്രവ എന്നും പറയും അദ്ദേഹത്തെ. സൂത ഗോസ്വാമി എന്നാണ് അദ്ദേഹത്തെ സാധാരണ വിളിക്കുന്നത്. അപ്പോ ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം, വിപ്രന്മാർ അതായത് അവിടെയുള്ള ബ്രാഹ്മണന്മാർ ആരോട് ചോദിച്ചു? സൂത ഗോസ്വാമിയോട് ചോദിച്ചു. ഇതി സംപ്രശ്ന, ഇപ്രകാരം ചോദിച്ചതിനാൽ സംഹൃഷ്ട, അത്യധികം സന്തോഷവാനായിട്ട് രൗമഹർഷണ അതായത് സൂത ഗോസ്വാമി പ്രതിപൂജ്യ വജസ്തേഷാം, എന്താണ് അതിൽ തൃപ്തനായിട്ട് അവർക്ക് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് വചസ്തേഷാം പ്രവക്തും ഉപചക്രമേ, ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താണ്? സൂത ഗോസ്വാമി മറുപടി പറയാൻ തുടങ്ങുകയാണ്. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത്രയധികം നല്ലതായിരുന്നത് കൊണ്ടാണ് സൂത ഗോസ്വാമി മറുപടി പറയാൻ തുടങ്ങുന്നത്. രണ്ടാമത്തെ ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകം വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അവിടെ നമ്മൾ പുതിയൊരാളെ പരിചയപ്പെടുന്നു. ആരാണ്? ഒരു പ്രവക്താവ് അല്ലെങ്കിൽ സൂത ഗോസ്വാമി ചോദ്യം ചോദിക്കുന്നതിന് ആൻസർ പറയുന്നത് വെറുതെ എന്തല്ല, ഈ ഒരു എന്താണ് സ്വന്തമായിട്ടുള്ള അറിവ് വെച്ചിട്ട് അല്ല ആ ചോദ്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു പ്രവക്താവ് അല്ലെങ്കിൽ ഭാഗവത കഥ പറയുന്ന ആൾ തൻ്റെ ഗുരുവിനെ പ്രണമിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. അപ്പോൾ ശുകദേവ ഗോസ്വാമി എന്ന് പറയുന്ന തൻ്റെ ഗുരുവിനെ പ്രണമിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. ആര്? സൂത ഗോസ്വാമി തുടങ്ങുന്നത്. അപ്പോൾ സൂത ഗോസ്വാമിക്ക് തൻ്റെ ഗുരുദേവൻ അതായത് ശുകദേവ ഗോസ്വാമിയെ കുറിച്ച് പറയാനുള്ള ആ ആദ്യത്തെ ഒരു ആദ്യത്തെ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഗുരുവിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശിഷ്യന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരു ശിഷ്യന് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങുന്നതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകം. അപ്പോൾ നമുക്ക് ശുകദേവ ഗോസ്വാമിയെ പരിചയപ്പെടാം. ആദ്യത്തെ ശ്ലോകം വായിച്ചതിന് ശേഷം നമുക്ക് ശുകദേവ ഗോസ്വാമിയെ പരിചയപ്പെടാം. ആദ്യത്തെ ശ്ലോകം. യം പ്രാവ്രജന്തം അനുപേതമപേതകൃത്യം
द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदस् तं സർവഭൂതഹൃദയം മുനിമാനതോസ്മി. എന്താണ് പറയുന്നത്? രണ്ടാമത്തെ ശ്ലോകം പറയുന്നത് അജാമിൽ പ്രഭു അത് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? യം പ്രാവൃജന്തം അനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദസ് തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നമുക്ക് തുടരാം. അദ്ദേഹം സ്ലൈഡ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് യെസ്. അപ്പോൾ ഈ ശ്ലോകം വളരെയധികം മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു മഹാഭക്തനെയാണ്, ശുകദേവ ഗോസ്വാമി. ശുകദേവ ഗോസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ജനനമാണ്. ശ്രീമതി രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനും ഗോലോക വൃന്ദാവനത്തില് തൻ്റെ ലീലകൾ വന്നിട്ട് എറ്റേണലി അല്ലെങ്കിൽ എല്ലാ കാലത്തും അനന്തമായിട്ടുള്ള ലീലകൾ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ കലിയുഗത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും? കലിയുഗത്തിലല്ല, ദ്വാപര യുഗത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ആ ലീലകളെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യും. അതായത് ഇവിടെ എന്ത് ചെയ്യും? അതിനെ നമുക്ക് ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾക്ക് വേണ്ടി കാണിച്ചു തരും. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് നമ്മളോട് അല്ലെങ്കിൽ ഭക്തന്മാരോട് ചെയ്യുന്ന ഏറ്റവും കൃപയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലീലയിൽ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൗമ വൃന്ദാവനത്തിൽ ശ്രീമതി രാധാറാണിയും തൻ്റെ അച്ഛൻ അമ്മ നന്ദയശോദമാർ, ദേവകി വസുദേവർ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാവരോടും ഒപ്പം എന്ത് ചെയ്യും? ഇവിടെ ആ ലീലകൾ ആടിക്കാണിക്കും. ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീമതി രാധാറാണിയും വൃന്ദാവനത്തില് വളരെയധികം മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് വൃന്ദാവനത്തിലുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ പറ്റും, അവിടെ അനേകം ദ്വാദശ കാനനങ്ങളൊക്കെയുണ്ട്. ശ്രീമതി രാധാറാണിക്ക് 8 പാരറ്റ്സ് ഉണ്ട്, തത്തകൾ. അതിന് പേരുകളുമുണ്ട്. ശുക, ശാരി, വിചക്ഷണ, കാലോക്തി, സൂക്ഷ്മ, സൂക്ഷ്മധി, മഞ്ജു ഭാഷിണി, മഞ്ജു വാക്ക്, അങ്ങനെ 8 തത്തകൾ. അപ്പൊ നമുക്ക് ഒരാളുടെ പേര് പരിചയമുണ്ട്, ശുക അല്ലേ? ശുക അതായത് ശ്രീമതി രാധാറാണിയുടെ വാമഹസ്തസ്ഥിത എന്നാണ് പറയുന്നത്. ശ്രീമതി രാധാറാണിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു തത്തയാണ്, പാരറ്റാണ് ആര്? ശുക എന്ന് പറയുന്നത്. ആ ശുക, ശ്രീമതി രാധാറാണി ഭഗവാനെ കുറിച്ചുള്ള കഥകൾ ശുകന് പറഞ്ഞു കൊടുക്കും. ആ തത്ത എന്ത് ചെയ്യും? അത് വളരെ മനോഹരമായിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് തിരിച്ചു പറയും. അങ്ങനെ സന്തോഷമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പറയുന്നത് കേൾക്കുമ്പോൾ രാധാറാണി എന്ത് കൊടുക്കും? ആ ശുകയ്ക്ക്, ആ തത്തയ്ക്ക് മാതള നാരങ്ങയുടെ സീഡ്സ് കൊടുക്കും, വിത്തുകൾ കൊടുക്കും. നല്ല റെഡ് കളറിൽ ഇരിക്കുന്ന വിത്തുകൾ കഴിച്ചിട്ട് അതിന്റെ ചുണ്ട് വീണ്ടും മധുരമായിട്ടും ചുവന്ന നിറത്തിലുമാകുന്നു എന്ന് ആനന്ദ വൃന്ദാവൻ ചമ്പു പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഗോസ്വാമിമാർ വിവരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ വൃന്ദാവന ലീലകളെല്ലാം ഉപസംഹരിച്ചിട്ട് ഭഗവാൻ തിരികെ പോകുന്ന സമയത്ത് രാധാറാണി ശുക പാരറ്റിനോട് അല്ലെങ്കിൽ ശുകം എന്ന് പറയുന്ന തന്റെ തത്തയോട് പറയുന്നു, അങ്ങ് ഇവിടെ നിന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗ്ലോറീസ് അല്ലെങ്കിൽ കീർത്തികൾ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ തത്ത പറഞ്ഞു, അങ്ങേ കൂടാതെ, അതായത് ശ്രീമതി രാധാറാണിയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയുകയില്ല, അത് കാരണം എന്നെയും കൂടി കൊണ്ടുപോകണം തിരികെ എന്ന് പറഞ്ഞു. ശ്രീമതി രാധാറാണി ശുഗന് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ശ്രീമതി രാധാറാണി ഒരു വാക്ക് കൊടുക്കുന്നു. എവിടെയെല്ലാമാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും കീർത്തിക്കപ്പെടുന്നത് അവിടെയെല്ലാം എന്ത് ചെയ്യപ്പെടും? ഞാനും വന്നിട്ട് സന്നിഹിതയായിരിക്കും. അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റെ അരികിൽ നിന്നും വിരഹം അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിന്മേൽ ശുകൻ ഇവിടെ നിൽക്കാൻ, അതായത് ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറയുന്നു? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നു. അങ്ങനെ ഒരിക്കൽ ആ പാരറ്റ് അല്ലെങ്കിൽ തത്ത
ഒരു ദിവസം എവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് തിരക്കി നടക്കുമ്പോഴാണ് കൈലാസത്തില് ഭഗവാൻ ശിവൻ പാർവതി ദേവിയോട് എന്ത് ചെയ്യുന്നത്, ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നത്. പാർവതി ദേവിയും ഭഗവാൻ ശിവനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിന്റെ ഇടയിൽ വന്നിട്ട് മറഞ്ഞിരുന്നു കൊണ്ട് ഈ ശുകൻ എന്ത് ചെയ്യുന്നു, ഈ കഥ ശ്രവിക്കുന്നു, വളരെയധികം സന്തോഷത്തോടു കൂടി ശ്രവിക്കുന്നു. കഥ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് മഹാദേവൻ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, പാർവതി ദേവി ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയും, അങ്ങനെ അതൊക്കെ കേൾക്കും. അപ്പോൾ പാർവതി ദേവി കഥയെല്ലാം കേട്ടുകൊണ്ട് ഭഗവാൻ പറയുമ്പോൾ, അതായത് ഭഗവാൻ ശിവൻ പറയുമ്പോൾ മൂളും, എന്ന് മൂളും. അങ്ങനെ ഒരു ദിവസം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ പാർവതി ദേവി എന്ത് ചെയ്യുന്നു, ഉറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നു. അപ്പോ ഉറങ്ങിയിരിക്കുന്നു. പക്ഷേ മഹാദേവൻ വന്നിട്ട് ആ മൂളൽ കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരാണ് ഇത് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത്? പാർവതി ദേവി. എന്നിട്ട് എണീറ്റ് കഴിഞ്ഞ് പാർവതി ദേവി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി എന്ന് മഹാദേവനോട് സത്യം പറയുമ്പോൾ പിന്നെ ആരാണ് ഇവിടെ ഇരുന്ന് അത് മൂളിയത് അങ്ങനെ പോലെ എന്ന് പാർവതി ദേവിയോട് ചോദിക്കുമ്പോഴാണ് ആ പാരറ്റ്, ഈ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന പാരറ്റിനെ കാണുന്നത്. അപ്പോ അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഭഗവാന്റെ കഥകളെ കുറിച്ച് കേൾക്കാൻ വന്നിട്ട് യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭഗവാൻ വന്നിട്ട് എന്തെടുത്തു, തന്റെ തൃശൂലവും എടുത്തുകൊണ്ട് ഈ പക്ഷിയെ ഓടിക്കാൻ തുടങ്ങി. ഈ പക്ഷി അവിടെ നിന്നും രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകുന്നു? ഭഗവാനിൽ നിന്ന് അതായത് ശിവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഓടി നടക്കുമ്പോ അവിടെ ഈ വ്യാസദേവൻ വന്നിട്ട് തന്റെ ഭാര്യ, അതായത് ബിത്തിക്ക എന്നാണ് വ്യാസദേവ മഹർഷിയുടെ ഭാര്യയുടെ പേര്, എന്താണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മഹർഷിയുടെ പുത്രിയെയാണ് വ്യാസദേവൻ വന്നിട്ട് ഭാര്യയായി സ്വീകരിച്ചത്. അപ്പോൾ ബിത്തികയും വ്യാസദേവനും ഒരു പുത്രനു വേണ്ടിയിട്ട് വളരെയധികം കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോ ആ പക്ഷി വന്നിട്ട് ഓടി വരും. എന്നിട്ട് ബിത്തികയുടെ ഗർഭത്തിൽ വന്നിട്ട് പുത്രനായി പ്രവേശിക്കും. ശുകൻ വന്നിട്ട് ബിത്തികയുടെ ഗർഭത്തിൽ പുത്രനായി പ്രവേശിക്കും. അപ്പോ അവിടെ അതായത് മഹാദേവൻ വന്നിട്ട് ആരെ കാണുമ്പോ, വ്യാസദേവനെ കാണുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയുകയും അങ്ങനെ വ്യാസദേവൻ വന്നിട്ട് മഹാദേവനെ തിരികെ സമാധാനിപ്പിച്ച് അയക്കുകയും ചെയ്യും. ഈ പുത്രൻ വന്നിട്ട് ഭഗവാനോട് വ്യാസദേവനും പത്നിയും ഒരുപാട് വർഷങ്ങൾ വന്നിട്ട് കഠിനമായ തപശ്ചര്യകൾ ചെയ്തതിനു ശേഷം ഉണ്ടായ ഗർഭസ്ഥ ശിശുവാണ്. പക്ഷേ ആ ഗർഭസ്ഥ ശിശുവിന് ഒരു പ്രത്യേകത, ഇത്രയും ഭാഗവതം അല്ലെങ്കിൽ ഭഗവാൻ ശിവൻ പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കുന്ന ഈ ഭാഗവതം കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് വേറെ ഒന്നിലും താല്പര്യമില്ല. എന്താണ് ആ ഗർഭസ്ഥ ശിശുവിന്? ജ്ഞാനിയായ ഗർഭസ്ഥ ശിശു, അതായത് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹം ആദ്യം ബ്രഹ്മവാദി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ബ്രഹ്മവാദി എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തെ ധ്യാനിക്കുന്ന ആ ഒരു യോഗിയായിട്ടുള്ള ഒരു ഭക്തനല്ല, യോഗി എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ ഇനിഷ്യലി ഗർഭസ്ഥ ശിശു ആരായിരുന്നു? പരബ്രഹ്മത്തെ അറിഞ്ഞ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ പറ്റി മനസ്സിലാക്കിയ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യോഗികളെല്ലാം ചെയ്യുന്നത് പോലെ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ താൻ പല കാര്യങ്ങളിലും ബന്ധനസ്ഥനായി തീരും. അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധനങ്ങൾ, പിന്നെ എന്താണ് പലവിധ സംസ്കാരങ്ങൾ, ഉപനയനം, ഗൃഹസ്ഥ ജീവിതം, വാനപ്രസ്ഥ ജീവിതം, ഇങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ബന്ധനസ്ഥനായി തീരും. അതുകൊണ്ട് എനിക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? പരമദിവ്യോത്തമ പുരുഷനെ അവിടെ പരബ്രഹ്മത്തെയാണ്, അവിടെ ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷനായി ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന ഒരു വ്യക്തിയോടല്ല അദ്ദേഹത്തിന് ആദ്യം ഭക്തി ഉണ്ടായിരുന്നത്, പരബ്രഹ്മത്തോടാണ്. എന്താണ് രൂപമില്ലാത്ത ഭഗവാന്റെ ആ ഒരു തേജസ്സിനോടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നത്? ഭക്തി ഉണ്ടായിരുന്നത് ആദ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തു വന്നില്ല. 16 വർഷം ശുകദേവ ഗോസ്വാമി ഗർഭസ്ഥ ശിശുവായിട്ട് അമ്മയുടെ ഉദരത്തിൽ തന്നെ ഇരുന്നു. പിന്നെ വ്യാസദേവൻ ഇതെല്ലാം എന്തിനാണ് വ്യാസദേവൻ ഒരു പുത്രന് വേണ്ടി ആഗ്രഹിച്ചത്? താൻ ഈ ക്രോഡീകരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു
എല്ലാ തരത്തിലുള്ള വേദങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പല പല ശിഷ്യന്മാർക്കുമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം ഏറ്റവും കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ഗുഹ്യമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം, ഭക്തിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ കൃതി എന്ന് പറയുന്നത് അദ്ദേഹം എഴുതി. ഇനി ഇത് പ്രചരിപ്പിക്കാൻ ഒരു പരമഭക്തൻ വേണം. അതിനു വേണ്ടിയിട്ടാണ് ആരെ ധ്യാനിച്ചിരുന്നത്? വ്യാസദേവൻ വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പുത്രന് വേണ്ടി യാചിച്ചത്. പക്ഷേ പുത്രൻ വന്നിട്ട് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരാൻ കൂട്ടാക്കുന്നില്ല. കാരണം പുറത്തു വന്നു കഴിഞ്ഞാൽ മായയ്ക്കടിമപ്പെട്ടു പോകും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? വ്യാസദേവൻ അവസാനം എന്തു ചെയ്തു? ഭഗവാനോട് അഭ്യർത്ഥിച്ചു, ശ്രീകൃഷ്ണ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ശുകദേവ ഗോസ്വാമി എന്ന ആ ഗർഭസ്ഥ ശിശുവിനെ എന്തു ചെയ്തു? അദ്ദേഹം ഉറപ്പ് കൊടുത്തു, അങ്ങ് പുറത്തു വന്നാലും എന്ത് ചെയ്യുകയില്ല, മായയ്ക്ക് അടിമപ്പെടുകയില്ല, എന്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഉറപ്പ് കൊടുത്തതിന് ശേഷം ആര് പുറത്തു വന്നു? ശുകദേവ ഗോസ്വാമി പുറത്തു വന്നു. പക്ഷെ പുറത്തു വന്നപ്പോ 16 വയസ്സുള്ള ശുകദേവ ഗോസ്വാമി, അദ്ദേഹം സാധാരണ ശിശുവല്ല, അതുകൊണ്ട് തന്നെ സാധാരണ ശിശുവിനെ പോലെയല്ല ജനിച്ചത്. അദ്ദേഹം വന്നിട്ട് 16 വയസ്സുള്ള ഒരു കൗമാരക്കാരനായിട്ടുള്ള ബാലനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ പ്രത്യക്ഷപ്പെട്ടതും എന്ത് ചെയ്തു? അദ്ദേഹം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് അവധൂതനായി പോയി. എന്താണ് ഇവിടെ പറയുന്നത്? യം പ്രാവ്രജന്തം അനുപേതം അപേത കൃത്യം. അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൗതികാസ്ത്വത്തിന്റെ പ്രഭു യം പ്രാവ്രജന്തം അനുപേതം അപേത കൃത്യം. എന്താണ് അപേത കൃത്യം? ഒരു സംസ്കാരവും ചെയ്യാതെ, ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ചെയ്യും. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അതിന് നാമകരണം ചെയ്യും. അതിനെ പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ ഉപനയനം ചെയ്യും. 12 വയസ്സിന് മുമ്പ് ഉപനയനം ചെയ്യും. ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ ഒന്നും ആർക്ക് ചെയ്തില്ല? ശുകദേവ ഗോസ്വാമിക്ക് ചെയ്തില്ല. കാരണം എന്താണ്? ഈ സംസ്കാരങ്ങൾക്കെല്ലാം അതീതനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് രണ്ടാമത്തെ ശ്ലോകം. അപ്പോൾ അദ്ദേഹം പുറത്തു വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം ഓടാൻ തുടങ്ങി. എവിടേക്ക്? അദ്ദേഹം അവധൂതനായിട്ട് എന്താണ് പരബ്രഹ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഓടാൻ തുടങ്ങി. പക്ഷേ അപ്പോ വ്യാസദേവന് വളരെയധികം സങ്കടമുണ്ടായി. കാരണം എന്താണ്? ആ പുത്രന്റെ എന്താണ് കർത്തവ്യം? പുത്രന്റെ കർത്തവ്യം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ആ ഒരു പരിശുദ്ധമായിട്ടുള്ള ഭക്തിയെ പ്രതിപാദിക്കുന്ന കൃതി എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഈ പുത്രൻ അതിനെ ഉപേക്ഷിച്ച് അവധൂതനായി പോകുന്നത് കണ്ടപ്പോൾ വ്യാസദേവന് സങ്കടം വന്നു. അപ്പൊ വ്യാസദേവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പിന്നാലെ ഓടി. പുത്ര എന്ന് വിളിച്ചുകൊണ്ട് ഓടി. അതാണ് ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ. ദ്വൈപായനൻ, അതായത് കൃഷ്ണദ്വൈപായനൻ അല്ലെങ്കിൽ വ്യാസദേവൻ, വിരഹകാതര, പുത്രനോടുള്ള വിരഹത്തിൽ വന്നിട്ട് അധികം വിഷമിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആജുഹാവ, അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി. പുത്രേതി, അതായത് പുത്ര എന്ന് വിളിച്ചുകൊണ്ട് പോയി. പക്ഷെ ശുകദേവ ഗോസ്വാമി അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല? മറുപടി കൊടുത്തില്ല. ശുകദേവ ഗോസ്വാമി എന്ത് ചെയ്തു? മറുപടി കൊടുത്തില്ല. അദ്ദേഹം ഉപേക്ഷിച്ചിട്ട്, അതായത് വ്യാസദേവനെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ അവധൂതനായിട്ടുള്ള ആ വേഷത്തിൽ അദ്ദേഹം ഓടുകയാണ് ചെയ്തത്. പക്ഷേ വ്യാസദേവന് ആര് മറുപടി കൊടുത്തു? തരവോ അഭിനേതസ്. തരു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? മരങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ. ആ കാട്ടിൽ കൂടി പോകുമ്പോൾ പുത്ര എന്ന് വിളിക്കുമ്പോൾ ആര്? ശ്രീ വ്യാസദേവന് അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദത്തെ ഈ മരങ്ങളെല്ലാം പ്രതിധ്വനിപ്പിച്ചു. തം സർവഭൂത ഹൃദയം മുനി മാനതോസ്മി. സൂതഗോസ്വാമി പറയുവാണ്, അത്തരം എല്ലാ സർവഭൂത ഹൃദയം മുനിം ആനതോസ്മി, അതായത് ഞാൻ നമസ്കരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ആ മുനിയെ ഞാൻ ആ ഋഷി ശ്രേഷ്ഠനെ ഞാൻ വന്നിട്ട് പ്രണമിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് വിവർത്തനം ഒന്ന് വായിച്ചു നോക്കാം. ശ്രീല സൂത ഗോസ്വാമി അരുളി ചെയ്തു, ഏവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ആ ഋഷി ശ്രേഷ്ഠനെ, തം സർവഭൂത ഹൃദയം മുനിം ആനതോസ്മി, ആ ഋഷി ശ്രേഷ്ഠനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. അത് അവസാനത്തെ വരിയുടെ വിവർത്തനമാണ്.
പിന്നെ എന്താണ്? യം പ്രാവ്രജന്തം അനുപേതം അപേത കൃത്യം. ഉന്നത കുലജാതരായവർ അനുഷ്ഠിക്കേണ്ടതായ ഉപനയന കർമ്മങ്ങൾക്കോ അഥവാ മതാചാരപരമായ ഉദ്ധാരണ ചടങ്ങുകൾക്കോ വിധേയനാകാതെ അദ്ദേഹം ഭവനം ഉപേക്ഷിച്ച് പരിത്യാഗ ജീവിതക്രമം സന്യാസാശ്രമം സ്വീകരിക്കാൻ പോയപ്പോൾ, സോ യം പ്രാവ്രജന്തം അനുപേതം അപേത കൃത്യം. പിന്നെ എന്ത് സംഭവിച്ചു? ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. അദ്ദേഹത്തിന്റെ പിതാവായ വ്യാസദേവൻ പുത്രവിരഹത്താൽ ഭീതി പൂണ്ടി ഇപ്രകാരം വിലപിച്ചു. എപ്രകാരം? പുത്രേതി, അല്ലയോ എന്റെ പ്രിയ പുത്ര എന്ന് പറഞ്ഞു. തന്മയതയാ തരവോഭിനേത, നിശ്ചയമായും അതേ വികാരത്തിൽ നിമഗ്നരായ വൃക്ഷങ്ങൾ മാത്രം ദുഃഖിതനായ ആ പിതാവിന് മറുപടി എന്നോണം പ്രതിധ്വനിച്ചു എന്ന്. ഇവിടെ എന്തുകൊണ്ടാണ് സൂത ഗോസ്വാമി ഈ ഒരു പ്രത്യേക കാര്യം പറയുന്നത്? മരങ്ങൾ പ്രതിധ്വനിച്ചു എന്ന് പറയുന്നതിന് കാരണമുണ്ട്. വെറുതെ എഴുതി വെച്ചേക്കുന്നതല്ല ഈ ശ്ലോകം. ഈ ശ്ലോകത്തിന് വളരെ ഡീപ്പായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. സൂത ഗോസ്വാമി സ്വന്തം ഗുരുദേവനോട് പറയുകയാണ്, അങ്ങേക്ക് ആ മരങ്ങളിൽ പോലും പ്രവേശിച്ച് തന്റെ പിതാവിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ വികാരത്തിൽ മറുപടി നൽകാൻ പറ്റുന്നു. വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പറ്റാത്ത ഒരു ജീവാത്മാക്കളാണ്. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്നും അനങ്ങാനേ പറ്റുകയില്ല. അത്രയധികം എന്താണ് നിശ്ചലരെന്നല്ല പറയേണ്ടത്, അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്നും ഒരു അചരങ്ങൾ എന്ന് പറയും, അചരങ്ങളായിട്ടുള്ള പിന്നെ ജീവാത്മാക്കളാണ്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുടെയും ഹൃദയത്തിൽ കടന്ന് മറുപടി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റും, അല്ലയോ ശുകദേവ ഗോസ്വാമി. അതുകൊണ്ട് എന്നെ പോലെ അതായത് അങ്ങയുടെ ശിഷ്യനായ എന്നെ പോലുള്ള ഒരു അറിവുമില്ലാത്ത വ്യക്തിയിൽ കൂടി ഈ ഭാഗവതം വ്യക്തിയിൽ കൂടി ഈ ഭാഗവതം വന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ അങ്ങേക്ക് എന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഈവന വൃക്ഷങ്ങളെ പോലും അങ്ങേക്ക് അനുഗ്രഹിക്കാൻ കഴിയും. അങ്ങയുടെ പിതാവിന് മറുപടി നൽകാൻ വേണ്ടിയിട്ട് വൃക്ഷങ്ങളെ അങ്ങേക്ക് അനുഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ എന്നെയും അങ്ങേക്ക് അനുഗ്രഹിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതാണ് ആ ശ്ലോകം അങ്ങനെ എഴുതിയിരിക്കാൻ കാരണം. അപ്പൊ ഈ ഓരോ ശ്ലോകങ്ങൾക്കും എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു എന്നതിന് കാരണമുണ്ട്. ഇനി ശുകദേവ് ഗോസ്വാമി അങ്ങനെ ഓടിപ്പോയപ്പോ വ്യാസദേവൻ വന്നിട്ട് വളരെയധികം ശ്രമിച്ചു. എന്ത് ചെയ്തു? ശുകദേവ് ഗോസ്വാമിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ ശുകദേവ് ഗോസ്വാമി തിരികെ വന്നില്ല. അതിനു വേണ്ടിയിട്ട് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതത്തിലെ താൻ രചിച്ച ആ ഭാഗവതത്തിലെ 2 ശ്ലോകങ്ങൾ ശുകദേവ ഗോസ്വാമി കേൾക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിട്ട് ശുകദേവ ഗോസ്വാമി എവിടെയാണോ പോകുന്നത് അവിടെ ശുകദേവ ഗോസ്വാമി കേൾക്കാൻ തക്കവണ്ണം 2 ശ്ലോകങ്ങൾ, പ്രത്യേകതയുള്ള 2 ശ്ലോകങ്ങൾ പറഞ്ഞു. ഒരു ശ്ലോകം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കുന്നതും ഒരു ശ്ലോകം ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്നതുമായ ശ്ലോകങ്ങളായിരുന്നു. നിങ്ങൾക്കറിയാമോ ആ ശ്ലോകം ഏതാണെന്ന്? ദശമസ്കന്ധത്തിലാണ് ഈ ശ്ലോകങ്ങൾ വരുന്നത്. ഇത് 2ഉം ദശമസ്കന്ധം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് അദ്ദേഹം തന്റെ ലീലയെല്ലാം ഉപസംഹരിച്ച് ഭൗതിക വൃന്ദാവനത്തിൽ നിന്നും ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരികെ പോകുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഇവിടുത്തെ ലീലകളെ എല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ദശമസ്കന്ധത്തിൽ വളരെ മനോഹരങ്ങളായിട്ടുള്ള 2 ശ്ലോകങ്ങൾ. ഒന്ന്, അഹോ ബകീയം സ്തനകാലകൂട്ടം ജിഖാംസയാ പായയദപ്യസാധ്വി ലേഭേ ഗതിം ധാത്രിമുചിതം തതോന്യം കിം വാ ദയാലും ശരണം വ്രജേമ. ഈ ശ്ലോകം എന്ന് പറയുന്നത് പൂതന മോക്ഷത്തിലെ കുറിച്ച് പറയുന്ന ഒന്നാണ്. എന്താണ്? അഹോ ബകീയം. ബക്കി എന്ന് പറയുന്നത് പൂതനയാണ്. ബകാസുരന്റെ സിസ്റ്ററാണ് പൂതന. ബകാസുരന്റെ സഹോദരിയാണ് പൂതന. സ്തനകാളക്കൂട്ടം. പൂതന എന്തിനാണ് വന്നത്? ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കാൻ. കംസൻ പറഞ്ഞതിനനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്തനത്തിൽ കാളകൂട്ട വിഷം പുരട്ടിക്കൊണ്ടുവന്നു. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? അതും സ്വീകരിച്ചു. എന്താണ്? പൂതനയുടെ ഡിവോഷണൽ സർവീസ്, അതായത് ഭക്തിയാണെന്ന്
ഭഗവാൻ അതിനെ സ്വീകരിച്ചു. ഭഗവാൻ എല്ലാത്തിനെയും എന്ത് ചെയ്യും, അതിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടോ എന്ന് തിരക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ ആ റെസിപ്രൊക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് ആ ഭക്തന്മാർക്ക് വന്നിട്ട് തിരികെ എന്ത് ചെയ്യുന്നത്, തന്റെ സ്നേഹം നൽകുന്നത്. അപ്പോൾ ഈ പൂതന തനിക്ക് എന്താണ് കാളകൂട വിഷം ചേർന്ന പാലാണ് നൽകിയതെങ്കിലും ഭഗവാൻ ആ പാല് സ്വീകരിച്ചു പൂതനയുടെ ഭക്തിയാണെന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ, ലേഭേ ഗതിം ധാത്രിം ഉചിതം തതോന്യം. ഗോലോക വൃന്ദാവനത്തില് യശോദ മാതാവിന്റെ കൂട്ടുകാരി, അതായത് യശോദ മാതാവ് ശ്രീകൃഷ്ണ ഭഗവാനെ കുട്ടിയായിരിക്കുന്ന സമയത്ത് പരിചരിക്കുമ്പോ ധാത്രി എന്ന് പറയുന്ന ഹെൽപ്പേഴ്സ്, അതായത് യശോദ മാതാവിന്റെ ഹെൽപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു ഗതിയാണ് നൽകിയത്. ലേഭേ ഗതിം ധാത്രിം ഉചിതം തതോന്യം കിം വാ ദയാലും ശരണം രജേമ. അത്രയധികം ദയാലുവായിട്ടുള്ള ഒരു ആളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ശരണം, ആ ആൾക്ക് ശരണം അടയുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ലത് എന്ന് ആരാണ് പറയുന്നത്? ശുകദേവ ഗോസ്വാമിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാസദേവന്റെ ശിഷ്യന്മാര് പറയുന്നതാണ് ഈ ശ്ലോകം. അപ്പോൾ ഒന്ന് ദയാലുവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു ശ്ലോകം അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന ശ്ലോകം. വേണുഗീതം എന്നുള്ള ആ ഒരു അധ്യായത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഇത് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുമുണ്ട്, എന്നാലും നമ്മൾ ഒന്നും കൂടി പറയാം. 2 ശ്ലോകങ്ങൾ. ഇപ്പൊ പറഞ്ഞത് അഹോബക്കീയം സ്തനകാളകൂടം, അത് നിങ്ങൾക്ക് മനസ്സിലായി, ഭഗവാന്റെ കാരുണ്യത്തെ കുറിക്കുന്നത്. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ. ബർഹാപീതം നടവരവപുഹു കർണയോ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്തിം ച മാല്യാം രന്ധ്രാൻ വേണൂർ അധരസുതയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിഃ. എന്താണ് ബർഹാപീതം നട്ടവരവപുഹു കർണയോ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്തിം ച മാലാം. ഇതൊക്കെ ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നതാണ്. അത്രയും സൗന്ദര്യവാനായിട്ടുള്ള ആ പരമദിവ്യോത്തമ പുരുഷൻ വ്യക്തിയെ വന്നിട്ട് മറന്നുകൊണ്ട് പരബ്രഹ്മത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വളരെ ഒരു ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ, ഇൻസിഗ്നിഫിക്കന്റ് എന്നല്ല പറഞ്ഞത്, എക്സ്പാൻഷൻ, അതായത് വെറും ഒരു എക്സ്പാൻഷൻ ആയിട്ടുള്ള പരബ്രഹ്മത്തെയാണ് അങ്ങ് എന്തായിട്ട് കരുതുന്നത്, ഏറ്റവും മികച്ചതായിട്ട് കരുതുന്നത്? അല്ലയോ ശുകദേവ എന്ന് വ്യാസദേവൻ ആരോട് പറയുകയാണ്? തന്റെ ശിഷ്യന്മാരിൽ കൂടെ ശുകദേവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശുകദേവ ഗോസ്വാമി ഇത് രണ്ടും കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇത് എവിടെയാണ്? ഇത് ആരെഴുതിയ ശ്ലോകങ്ങളാണ്? ഇത് അച്ഛൻ വന്നിട്ട് അച്ഛന്റെ ശിഷ്യന്മാർ എഴുതിയ ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് ഈ ഭാഗവതം എനിക്ക് മുഴുവനും കേൾക്കണം എന്ന് പറഞ്ഞു തിരിച്ചു വന്നിട്ട് വ്യാസദേവന്റെ അടുത്ത് നിന്ന് ഈ ഭാഗവതം മുഴുവൻ കേട്ടു. എന്നിട്ട് അദ്ദേഹം ഈ ഭാഗവതം പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഭക്തനായിട്ട് മാറി. ആ പരബ്രഹ്മത്തിനോടുള്ള ആ ഒരു അട്രാക്ഷനൊക്കെ മാറി അദ്ദേഹം ഭഗവാനോട് അട്രാക്ഷൻ ഉള്ളവനായി മാറി, പരിശുദ്ധ ഭക്തനായിട്ട് മാറി. അങ്ങനെ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും വന്നിട്ട് ഭാഗവതം പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 2 ശ്ലോകങ്ങൾ അല്ല, നമ്മൾ ഒരു ശ്ലോകമേ കണ്ടുള്ളൂ. അപ്പോൾ 3ാമത്തെ ശ്ലോകം അതും വളരെയധികം മനോഹരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ശുകദേവ ഗോസ്വാമിയെ ഞാൻ സ്മരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു ശ്ലോകം. ഇനി 3ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? 3ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. അദ്ദേഹം ആ ഭാഗവതം കേട്ടിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത്? യസ്വാനുഭാവം അഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ
പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നമുക്കതിന്റെ അർത്ഥം നോക്കിയാലോ. യഹ് സ്വാനുഭാവം അഖില ശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതീർഷതാം തമോന്ധം. 4 കാര്യങ്ങളാണ്. അഖില ശ്രുതിസാരം ഏകം. 1 എന്താണ് അഖില ശ്രുതി? ശ്രുതി എന്ന് പറഞ്ഞാൽ വൈദിക സാഹിത്യങ്ങൾ. അഖില ശ്രുതി സാരം ഏകം ഇത് നമ്മൾ നേരത്തെ കേട്ടു അല്ലെ. നിഗമകൽപ്പതരോർ ഗളിതം ഫലം എന്ന് പറയുന്ന ആ ഒരു ശ്ലോകത്തിൽ പെട്ടു. എല്ലാ വൈദിക സാഹിത്യങ്ങളുടെയും ഏറ്റവും എന്താണ് സാരം എന്ന് പറയുന്ന സാരം സാരം സമുദ്രത്യ എന്നുള്ള ശ്ലോകത്തിലും നമ്മൾ കേട്ടു. എന്താണ് ആ സാരം എന്ന് പറയുന്നത്? ശ്രീമദ് ഭാഗവതം. അഖില ശ്രുതി സാരമേകം. ആ ശ്രീമദ് ഭാഗവതം എന്താണ്? അധ്യാത്മദീപം. അധ്യാത്മദീപം. ദീപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിളക്ക്. വിളക്ക് ഒരു മുറിയിൽ കത്തിച്ചു വെച്ചാൽ ആ മുറിയിലെ ഇരുട്ടെല്ലാം അകലും. അതേപോലെ ശ്രീമദ് ഭാഗവതം കേൾക്കുന്നിടത്ത് അജ്ഞത എന്ന് പറയുന്ന ഇരുട്ട് ഉണ്ടാവുകയേയില്ല എന്ന് പറയുന്നു. 2 അതിതീർഷതാം തമോന്ധം. ഈ ഭൗതിക സാഗരത്തിനെ കടക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം സഹായിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം എന്താണ്? അതിതീർഷതാം തമോന്ധം. ഇതിനെ ആര്? യസ്വാനുഭാവം. അദ്ദേഹം കേട്ടിട്ട് സ്വാനുഭാവം. സ്വാനുഭവങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ അതിനെ ഇന്റേണലൈസ് ചെയ്തു. വെറുതെ കേട്ടിട്ട് തത്ത പറയുന്നത് പോലെ പറയുകയല്ല ചെയ്തത്. ആ ഭാഗവതം കേട്ടതുകൊണ്ട് അദ്ദേഹം എന്തായി മാറി? പരമ ഭക്തനായിട്ട് മാറി. ഭഗവാനെ മനസ്സിലാക്കുന്ന പരമഭക്തനായിട്ട് മാറി. അതാണ് സ്വാനുഭാവം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാനുഭാവം എന്താണ് സ്വാനുഭാവം ചെയ്തത്? അഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതീർഷതാം തമോന്ധം. പിന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഒരിടത്തിരുന്ന് തപശ്ചര്യ ചെയ്യുകയാണോ ചെയ്തത്? അതായത് എന്താണ്? ഭജനാനന്ദി. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പൊ എനിക്ക് ഇത് മതി. അതായത് ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഭഗവാനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ലീലകളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ സ്വന്തമായിട്ട് ആനന്ദിച്ചു കൊണ്ടേയിരിക്കാം. അങ്ങനെയല്ല അദ്ദേഹം വിചാരിച്ചത്. എന്താണ്? സംസാരിണാം കരുണയാ. എന്താണ്? സംസാരിണാം കരുണ. ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം വന്നിട്ട് ഈ ഒരു ഭഗവാന്റെ പരിശുദ്ധ ഭക്തി എന്ന് പറയുന്ന ആ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാതെ കഷ്ടപ്പെടുകയാണ്. അവരോട് കാരുണ്യം വേണം അല്ലേ? സംസാരിണാം കരുണയാ. ആഹാ പറഞ്ഞു. ആരോട് പറഞ്ഞു? ഭാഗവതം വന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പുരാണ ഗുഹ്യം. ഈ പുരാണം എന്ന് പറയുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള പുരാണമാണ്. അതെന്താണ്? അതീവ ഗുഹ്യമായിട്ടുള്ള പുരാണം എന്ന് പറഞ്ഞാല് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കോൺഫിഡൻഷ്യൽ പാസ് ടൈംസ് ആണ്. അതായത് വളരെ ഗുഹ്യമായിട്ടുള്ള പാസ് ടൈംസ്. ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള പാസ് ടൈംസ് ആണ്, ലീലകളാണ്. അതുകൊണ്ടാണ് ഗുഹ്യം. അങ്ങനെ സാധാരണ എല്ലാവർക്കും അത് മനസ്സിലാവുകയില്ല. വളരെയധികം എന്താണ് ഭക്തിയുത സേവനം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന ആ ഒരു വികാരവുമായിട്ട് അതിനെ സമീപിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ സംസാരിണാം കരുണയ ആഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനും. ആ വ്യാസസൂനുവിനെ, വ്യാസസൂനു എന്ന് പറഞ്ഞാൽ വ്യാസദേവന്റെ പുത്രൻ, ഗുരും മുനീനാം. അദ്ദേഹം വ്യാസദേവന്റെ പുത്രൻ മാത്രമല്ല, ഗുരും മുനീനാം. അദ്ദേഹം ഭാഗവതം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായ വ്യാസദേവൻ, അച്ഛനായ വ്യാസദേവൻ, നാരദ മഹർഷി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഈ മുനിശ്രേഷ്ഠന്മാരുടെ എല്ലാം ഗുരുവാണ് അദ്ദേഹം. ആര്? ശുകദേവ ഗോസ്വാമി. പരീക്ഷിത് മഹാരാജാവിന് ശുകദേവ ഗോസ്വാമി ഭാഗവതം അരുളി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ മുനിശ്രേഷ്ഠന്മാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മുനിശ്രേഷ്ഠന്മാരുടെ ഗുരുവായ ഗുരു മുനീനാം എന്താണ്? ഉപയാമി, ഞാൻ പ്രണമിക്കുന്നു. ഒരു ശിഷ്യന് ഒരു ആധ്യാത്മിക ഗുരുനാഥനെ പ്രണമിക്കാൻ വേണ്ടിയിട്ട് ഇതിലും നല്ല ഒരു ശ്ലോകം കിട്ടുകയേയില്ല. അത്രയും കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം
തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഭാഗവതം വായിക്കുന്ന എല്ലാവരും അത്യാവശ്യം ഈ ഒരു ശ്ലോകം ഹൃദിസ്ഥമാക്കണം. കാരണം ഇത് ആ പരമ വിശിഷ്ടനായിട്ടുള്ള വ്യക്തി ശുകദേവ ഗോസ്വാമിയോടുള്ള പ്രണാമ മന്ത്രമാണ്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് ഇപ്പോൾ ആര് പറഞ്ഞിരിക്കുന്നത്? സൂത ഗോസ്വാമി. 2 ശ്ലോകങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ഗുരുവിനോട് ഉള്ള പ്രണാമങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തില് സൂത ഗോസ്വാമി ഇനിയും കുറച്ച് ആൾക്കാർക്ക് എന്ത് പറയുന്നു? പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഹരേ കൃഷ്ണ. 4th ശ്ലോക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജായമുദീരയേത്. ആരെയൊക്കെയാണ് സൂത ഗോസ്വാമി അടുത്തത് നമസ്കരിക്കുന്നത്? നാരായണം, പരമദിവ്യോത്തമ പുരുഷനായ നാരായണനെ നമസ്കരിക്കുന്നു. നരം ച ഏവ നരോത്തമം. പിന്നെ ആരാണ്? നര, അതായത് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ അവതാരമായ നരനാരായണ ഋഷിമാരെയും പ്രണമിക്കുന്നു. പിന്നെ ആരെയാണ് പ്രണമിക്കുന്നത്? ദേവീം സരസ്വതിയും, സരസ്വതി ദേവി വിദ്യാദേവതയെ പ്രണമിക്കുന്നു. വ്യാസദേവനെ പ്രണമിക്കുന്നു. തതോ ജായ മുദീരയേത്, എല്ലാവരെയും അദ്ദേഹം പ്രണമിക്കുന്നു. സോ ഭൗതികതയെ കീഴടക്കാനുള്ള ഭാഗവത പാരായണത്തിന് മുമ്പ് ഒരാൾ പരമദിവ്യോത്തമ പുരുഷനായ നാരായണനെയും നരോത്തമനായ നരനാരായണ ഋഷിയെയും വിദ്യാദേവിയായ സരസ്വതി മാതാവിനെയും ശ്രീമദ് ഭാഗവത രചയിതാവായ ശ്രീല വ്യാസദേവനെയും സാദരം പ്രണമിക്കണം. നമുക്കും അവരെ പ്രണമിക്കാം. അടുത്ത ശ്ലോകം, 5-ാമത്തെ ശ്ലോകം. ആൻസർ പറയാൻ തുടങ്ങുകയാണ് ആര്? സൂത ഗോസ്വാമി. അപ്പോൾ ശുകദേവ ഗോസ്വാമിയെ പ്രണമിച്ചു. ആരെ? പരമദിവ്യോത്തമ പുരുഷൻ നാരായണനെ, നാരായണ ഋഷിമാരെ, സരസ്വതി ദേവിയെ, പിന്നെ വ്യാസദേവനെ, എല്ലാവരെയും പ്രണമിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? 5-ാമത്തെ ശ്ലോകത്തിൽ കൂടി ആൻസറുകൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഉത്തരങ്ങൾ അരുളി ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. എന്താണ് 5-ാമത്തെ ശ്ലോകം? ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാംശാംശേന സൃജ്യന്തേ ദേവതിര്യଂ നരാദയാ. പ്രഭു, ഈ 5-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ശ്ലോക മുനയ സാധു പൃഷ്ടോഹം ഭവദ്ഭിർ ലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. ഒന്നുകൂടെ വായിക്കാം. മുനയ സാധു പൃഷ്ടോഹം ഭവദ്ഭിർ ലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. എന്താണ് 5-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്? ഉത്തരം പറയാൻ വേണ്ടി തുടങ്ങുന്നതിന് മുന്നേ ഒന്നുകൂടെ പറയുകയാണ് ആ ശ്ലോകം എന്ന് അത് തന്നെ. മുനയ സാധു പൃഷ്ടോഹം. അല്ലയോ മുനിമാരെ, മുനയ സാധു, ഇത് ഉചിതം, നല്ലത്. സാധു എന്ന് പറഞ്ഞാൽ വളരെ നല്ലത് എന്നാണ്, ഉചിതമാകുന്നത് എന്നാണ്. സാധു പൃഷ്ടോഹം, അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ വളരെയധികം നല്ലതാണ്. എന്തുകൊണ്ടാണ് നല്ലതാകുന്നത്? ഭവദ്ഭി ലോകമംഗളം, ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ആരെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? യകൃത കൃഷ്ണ സംപ്രശ്നോ, കൃഷ്ണനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏന ആത്മാ സുപ്രസീദതി, പ്രസീദ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രസന്നനാകുന്നു എന്നാണ്. അതനുസരിച്ച് ആത്മാവ് പ്രസന്നനാകുന്നു. ആരെക്കുറിച്ച് ചോദിച്ചാൽ ആത്മാവ് പ്രസന്നനാകുന്നു? കൃഷ്ണനെ കുറിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് കേട്ടാൽ ആത്മാവ് പ്രസന്നനാകുന്നു. അതാണ് ഏനാത്മാ സുപ്രസീദതി. സോ അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? അല്ലയോ മുനിമാരെ, നിങ്ങൾ എന്നോട് ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ലോകമംഗളത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം, അതും കൃഷ്ണനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിനെ പ്രസന്നനാക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ ചോദ്യകർത്താക്കന്മാരെയും
ഒരു എന്താണ് സബാഷ്, ഈ ചോദ്യങ്ങളൊക്കെ വളരെ നല്ലതാണ്, വളരെ നല്ലതാണ് ഈ ചോദ്യങ്ങൾ, സാധു, ഇതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും എന്ത് ചെയ്യുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരെയും പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരം പറയാൻ തുടങ്ങുന്നു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എല്ലാവർക്കും മംഗളകരമായിട്ടുള്ള പരമമായിട്ടുള്ള കാര്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? എല്ലാ വൈദിക സാഹിത്യങ്ങളുടെയും സാരം എന്താണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരമാണ്. എന്താണ് ആ ഉത്തരം? ഭക്തി. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരമാണ്. എന്താണ് എല്ലാവർക്കും പരമമായിട്ടുള്ള മംഗളം? ഭക്തി. എല്ലാ വേദങ്ങളിലും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും സാരമായിട്ടുള്ള കാര്യം എന്താണ്? ഭക്തി. അപ്പൊ ഇത് രണ്ടും ഉത്തരം ഒന്നേ ഉള്ളൂ. രണ്ട് ചോദ്യത്തിനും ഒരേ ഉത്തരമാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ആറാമത്തെ ശ്ലോകം മുതൽ 6ഉം 7ഉം ശ്ലോകങ്ങളില് ഈ രണ്ട് ചോദ്യങ്ങൾ, അതായത് രണ്ടും ഭക്തി തന്നെയാണ് ഉത്തരം. ഭക്തിയുടെ രണ്ട് ഉത്തരങ്ങൾ, ക്വസ്റ്റ്യൻ 1 ആൻഡ് ക്വസ്റ്റ്യൻ 2 രണ്ട് ഉത്തരങ്ങൾ ആര് പറയും? സൂത ഗോസ്വാമി പറയും. 6ഉം 7ഉം ശ്ലോകങ്ങളില് 8 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളില് ഈ ഭക്തിയെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം പറയും. ഈ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം 34 ശ്ലോകങ്ങൾ ഉള്ളതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, സൂത ഗോസ്വാമി സ്വന്തം ഗുരുവിനെയും പ്രണമിക്കേണ്ട ബാക്കിയുള്ള വളരെ വിശിഷ്ടരായ വ്യക്തികളെയും പ്രണമിച്ചു. നല്ല ചോദ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് 6ാമത്തെ ശ്ലോകമാണ്. അത് ആൻസർ ആണ് തുടങ്ങുന്നത്. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 6ാമത്തെ ശ്ലോകം. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദിസ്ഥമാക്കാൻ പറ്റുന്ന ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. അപ്പോ നേരത്തെ ഉള്ള ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? യേനാത്മാ സുപ്രസീദതി. ആത്മാവ് എന്തുകൊണ്ടാണ് പ്രസന്നനാകുന്നത്? ആ പ്രസന്നനാകുന്ന ആത്മാവ് എന്തിനെ കൊണ്ടാണ് പ്രസന്നനാകുന്നത് എന്നതിന്റെ ആൻസർ ഇവിടെയും പറഞ്ഞു. യയ ആത്മാ സുപ്രസീദതി. അത് എന്താണ് പ്രസന്നനാക്കുന്ന, ആത്മാവിനെ പ്രസന്നനാക്കുന്ന കാര്യം? സവൈ പുംസാം പരോധർമ്മോ. സ വൈ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്നാണ് അർത്ഥം. ഇതിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ഇതിന് വേറൊരു ആൻസറും ഇല്ല. ഇതാണ് ഇതിന്റെ ആൻസർ, നിശ്ചയം. അതായത് ഇതാണ് ഓൺലി ആൻസർ. എന്ത്? പുംസാം. പുംസ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ് അർത്ഥം. അപ്പൊ മനുഷ്യരാശിയുടെ കാര്യമാണ് പറയുന്നത്. പരോധർമ്മോ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം. അതല്ലായിരുന്നു ആദ്യം ചോദിച്ചിരുന്ന ചോദ്യം? എന്താണ് പരമമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും മംഗളകരമായിട്ടുള്ള കാര്യം എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോ അതിന്റെ ഉത്തരം പറയുകയാണ് സവൈ പുംസാം പരോധർമ്മോ. എന്താണ് ആ പരോധർമ്മം? യതോ ഭക്തിർ അധോക്ഷജേ. അധോക്ഷജനോടുള്ള ഭക്തി. അപ്പൊ ആരാണ് ഈ അധോക്ഷജൻ? അധോക്ഷജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷ എന്ന് പറഞ്ഞാൽ കണ്ണെന്നാണ് അർത്ഥം. അക്ഷജ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് എന്നാണ് അർത്ഥം. നമ്മളുടെ എല്ലാം കണ്ണുകൊണ്ട് നമ്മൾ എന്ത് കാണും? ഭൗതിക ലോകത്തിനെ കാണും. പക്ഷേ കൃഷ്ണനെ കാണണം എന്നുണ്ടെങ്കിൽ ഈ കണ്ണ് പോരാ എന്നാണ് ഭഗവത്ഗീതയില് അർജുനനോട് ഭഗവാൻ വന്നിട്ട് എന്തു ചെയ്യുന്നു? ആ വിശ്വരൂപം കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ അർജുനനോട് ഭഗവാൻ പറയുന്നത്, നിനക്ക് മെറ്റീരിയലൈസ് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മാംസചക്ഷു കൊണ്ട് നിനക്കത് കാണാൻ പറ്റില്ല, നിനക്ക് ഞാൻ ജ്ഞാനചക്ഷു തരാൻ വേണ്ടിയിട്ട്, ജ്ഞാനചക്ഷു എന്ന് പറയുന്ന ആ ഒരു കണ്ണ് തരാം എന്ന് പറയുന്നു. വേറെ കണ്ണൊന്നും ഫിറ്റ് ചെയ്ത് കൊടുത്തില്ല. എന്താണ്? അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അർജുനന്റെ. അതേപോലെ അധോക്ഷജൻ എന്നതിന്റെ അർത്ഥം ആ അക്ഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട്, അക്ഷികൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? അദ്ദേഹത്തിനെ കാണാൻ പറ്റുകയില്ല. ബിയോണ്ട് പെർസെപ്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അധോക്ഷജ. അതാരാണ്? ഭഗവാൻ. ഭഗവാനെ സാധാരണ മാംസചക്ഷു കൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പേരാണ് അധോക്ഷജൻ എന്ന് പറയുന്നത്. അപ്പോ ആരോടുള്ള ഭക്തി? അധോക്ഷജനായിട്ടുള്ള ഭഗവാനോടുള്ള ഭക്തി. ആ ഭക്തി എങ്ങനെയായിരിക്കണം? അഹൈതുകി, അപ്രതിഹത.
2 ഗുണങ്ങളാണ് ഭക്തിയുടെ. അഹൈതുകി അപ്രതിഹത. ഹേതു എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഹേതു അല്ലെങ്കിൽ കാരണം. അഹൈതുകി എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ ഒന്നുമില്ലാതെ. ഭക്തി എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അല്ല ചെയ്യേണ്ടത്, അതിനെയാണ് അഹൈതുകി എന്ന് പറയുന്നത്. പ്രതിഹത എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ എന്നാണ്. അപ്രതിഹത എന്ന് പറഞ്ഞാൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ എന്നാണ്. അൺമോട്ടിവേറ്റഡ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ്. അഹൈതുകി അപ്രതിഹത. ആ ഭക്തിയാണ് യയാത്മാ സുപ്രസീദതി. ആ പദ്ധതി ചെയ്തു കഴിഞ്ഞാൽ, ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ആത്മാവ് പരിപൂർണ സംതൃപ്തനാകും. ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ് പരോധർമ്മം? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ. ഭക്തി, അധോക്ഷജനോടുള്ള ഭക്തി, ആ ഭക്തി പ്രത്യേകതയുള്ളതാണ്. അഹൈതുകി അപ്രതിഹത, ഒരു തടസ്സവും ഇല്ലാതെ, അപ്രതിഹത ഒരു കാരണവുമില്ലാതെ ആയിരിക്കണം. അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. അങ്ങനെയുള്ള ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ആത്മാവ് സുപ്രസീദതി, വളരെയധികം സന്തുഷ്ടനാകും. അപ്പൊ എന്താണ് ഈ ഒരു അഹൈതുകി അപ്രതിഹത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. എന്താണ് അഹൈതുകം? കാരണമില്ലാത്തത്. മോട്ടീവ്സ്. എന്താണ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇംഗ്ലീഷിൽ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭക്തി ചെയ്യുന്നതിന് എന്ത് ലക്ഷ്യമാണ് ഉള്ളത്? എന്തിനാണ് നമ്മൾ ഭക്തി ചെയ്യുന്നത്? അല്ലെങ്കിൽ ഭക്തി വന്നിട്ട് പ്രായോഗിക തലത്തിൽ നമ്മൾ ഭക്തിയെ സ്വീകരിക്കുന്നത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്? ആ ലക്ഷ്യങ്ങൾ പലതരത്തിലുണ്ടാകാം. സെൽഫിഷ് ആയിട്ടുള്ള, നമ്മൾ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നു, 4 തരത്തിലുള്ള ആളുകൾ വന്നിട്ട് എന്നെ സമീപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ആ 4 തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഈ 4 ആൾക്കാരെ കുറിച്ച് ഭഗവാൻ പറയുന്നു. ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതനായവൻ. ചില ആൾക്കാർ ഭക്തി പരിശീലിക്കുന്നത് അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. തെറ്റാണെന്ന് പറയുന്നില്ല ഭഗവാൻ. ആർത്തോ ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതിനോ അർജുന, അങ്ങനെയാണ് പറയുന്നത്. 4 തരത്തിലുള്ള സുകൃതികൾ, അവര് സുകൃതികളാണ്. അതായത് ഭഗവാന്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരാരാണ്? സുകൃതികളാണ്. അപ്പൊ 4 തരത്തിലുള്ള സുകൃതികളുണ്ട്. ആരാണ്? ആർത്തോ, ആർത്തൻ, അതായത് ദുഃഖമുള്ളവൻ. ആ ദുഃഖത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആരെ അഭയം പ്രാപിക്കുന്നു? ഭഗവാനെ അഭയം പ്രാപിക്കുന്നു. ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കുന്നവൻ, അറിയാൻ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കൃഷ്ണൻ അങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് കൃഷ്ണൻ അവതരിക്കുന്നു, എന്തുകൊണ്ട് കൃഷ്ണൻ ഈ ലീല ചെയ്തിരിക്കുന്നു, ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാരെയാണ് ക്യൂരിയസ് എന്ന് പറയുന്നത്, ജിജ്ഞാസു എന്ന് പറയുന്നത്. ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി. അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ, അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം. അർത്ഥാർത്ഥി, ധനം ആഗ്രഹിക്കുന്നത്. ധനം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. 4 തരത്തിലുള്ള ആൾക്കാർ. തീർന്നില്ല, ഒരാളും കൂടെ ഉണ്ട്, ജ്ഞാനി. ആ ജിജ്ഞാസു ക്യൂരിയസ് ആണെങ്കിൽ അയാൾ സീരിയസ് അല്ല. പക്ഷെ ഈ ജ്ഞാനി സീരിയസ് ആണ്. അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവനാണ് ജ്ഞാനി. ജിജ്ഞാസു, 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ഇത് അറിയണം, പക്ഷെ അതുകൊണ്ട് ക്യൂരിയസ് ആണ്, പക്ഷെ അവർ സീരിയസ് അല്ല. ജ്ഞാനി ആരാണ്? ക്യൂരിയസ് ആണ്, സീരിയസുമാണ്. അപ്പൊ അങ്ങനെ 4 തരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഭഗവാനെ അഭയം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനോട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും ഭക്തന്മാരാണെന്ന് പറയുന്നില്ല. ഇവര് ആരാണ്? സുകൃതികളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മോട്ടീവ്, അതായത് ധനം നേടുക, ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടുക, ജിജ്ഞാസു അല്ലെങ്കിൽ ജ്ഞാനം, ഇതൊന്നും വന്നിട്ട് ഭക്തി പരിശീലിക്കാനുള്ള ഒരു മോട്ടീവ് ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു മോട്ടീവും ഇല്ലാതെ ആയിരിക്കണം ഭക്തി ചെയ്യേണ്ടത്. അങ്ങനെയാണ് പരിശുദ്ധ ഭക്തി എന്ന് പറയുന്ന ആ ഭക്തി മാത്രമേ എന്തുള്ളൂ?
യയാത്മ സുപ്രസീദതി ആവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, മോട്ടീവ് ഉണ്ടെങ്കിൽ അതൊരു ബിസിനസ്സാണ്. എനിക്ക് ഇന്ന കാര്യം നേടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഭക്തി പ്രാക്ടീസ് ചെയ്താൽ അതെന്താണ്, ഭക്തി എന്ന് പറയുന്നത് പരിശുദ്ധമല്ല. അതും ചെയ്യുന്നത് ഭക്തി തന്നെയാണ്, അവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ അതിനുള്ള ഇഫക്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും അത് പൂർണ്ണമായിട്ടും എന്തല്ല, പരിശുദ്ധ ഭക്തി അല്ല. പരിശുദ്ധ ഭക്തി കൊണ്ട് മാത്രമേ യയാത്മ സുപ്രസീദതി ആവുകയുള്ളൂ. ഇനി രണ്ടാമത്തേത് അപ്രതിഹത. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകും. എങ്ങനെയാണ് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ ഭക്തി തുടങ്ങുമ്പോൾ തന്നെ പ്രതിബന്ധങ്ങളാണ് അല്ലെ. ഭക്തി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ് നാമം ജപിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങൾ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മറ്റുള്ള ആൾക്കാർ കൊണ്ടും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും നമ്മളുടെ ഭക്തിയെ തടസ്സപ്പെടുത്തിക്കൂടാ എന്നാണ് പറയുന്നത്. അതാണ് അപ്രതിഹത. അതായത് ബ്രേക്ക് എടുത്തുകൂടാ ഭക്തിയിൽ നിന്നും എന്ന് പറയും. ഈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി, ഇത്രയും നാളെ ഞാൻ ജപിച്ചു, ഇനി കുറച്ച് നാൾ ഞാൻ ജപിക്കാതെ ഇരിക്കാം. ഇത്രയും നാളെ ഞാൻ ഭക്തി അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് ഭഗവാന് സേവനം ചെയ്ത്, ഇനി കുറച്ച് നാൾ ഞാൻ ചെയ്യാതെ ഇരിക്കാം. ഈ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് മായയിലേക്കുള്ള വഴിയാണെന്നാണ് പറയുന്നത്. അപ്രതിഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനവും അല്ലെങ്കിൽ നിരന്തരം പരിശീലിക്കേണ്ട ഒന്നാണ് ഭക്തി എന്ന് പറയുന്നത്. കുറച്ച് നാൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വിട്ടു, പിന്നെയും തുടങ്ങി, പിന്നെയും മടുത്തപ്പോൾ വിട്ടു, പിന്നെയും തുടങ്ങി, പിന്നെയും മടുത്തപ്പോൾ വിട്ടു. ഇത് അപ്രതിഹതയല്ല, ഇത് യയാത്മ സുപ്രസീദതി ആവില്ല. എന്താണ് ഭക്തി എന്ന് പറയുന്നത്? അപ്രതിഹത, തടസ്സങ്ങളൊന്നുമില്ലാതെ പോവേണ്ടതാണ് ഭക്തി എന്ന് പറയുന്നത്. ഒരിക്കലും ചാൻഡിങ് അല്ലെങ്കിൽ കലികാലത്തിലെ നാമസങ്കീർത്തനം എന്ന് പറയുന്ന ആ ഒരു കലിയുഗ ധർമ്മം, നാമം ജപിക്കുന്നത്, സേവനം ചെയ്യുന്നത്, വൈഷ്ണവ അസോസിയേഷൻ അല്ലെങ്കിൽ വൈഷ്ണവന്മാരോടുള്ള സംഘം, ഇതൊന്നും നിർത്താൻ പാടില്ല. ഇതാണ് അപ്രതിഹത. അതിന് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ അറിയാണ്ട് മായയിലേക്ക് വീണു പോകും. ആ മായയിലേക്ക് വീണു പോകുന്നത് എന്ത് ചെയ്യുകയില്ല, നമ്മളെ തിരികെ വന്നിട്ട് പിന്നെ എപ്പോഴാണ് നമ്മൾ ഭക്തിയിലേക്ക് തിരികെ വരുന്നത് എന്ന് പറയാൻ പറ്റുകയില്ല. ഏനാത്മ സുപ്രസീദതി യയാത്മ സുപ്രസീദതി എന്ന് പറയുന്ന ഭക്തി എന്താണ്? അഹൈതുകി അപ്രതിഹത ആണ്. അപ്പൊ എന്താണ് ഭക്തിയുടെ പ്രത്യേകത? പരോധർമ്മം എന്താണ്? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ. അധോക്ഷജനോടുള്ള ഭക്തിയാണ്. ആരാണ് അധോക്ഷജൻ? പരമദിവ്യോത്തമ പുരുഷൻ. എന്തുകൊണ്ടാണ് അധോക്ഷജൻ എന്ന് പറയുന്നത്? ഭഗവാനെ നമ്മുടെ അക്ഷികൾ കൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട്, അതായത് നമ്മളുടെ പെർസെപ്ഷനും അപ്പുറത്തായതുകൊണ്ട്. അദ്ദേഹത്തെ എങ്ങനെ കാണാൻ പറ്റും? അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് കൈപ്പിടിയിലാക്കാൻ പറ്റുക? അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കാൻ പറ്റുക? നമ്മളുടെ ആത്മാവിനെ പ്രസാദിപ്പിക്കുന്ന കാര്യം ചെയ്യണം. എന്താണ് നമ്മളുടെ ആത്മാവിനെ പ്രസാദിപ്പിക്കുന്ന കാര്യം? ഭക്തി. എന്ത് തരം ഭക്തി? അഹൈതുകി അപ്രതിഹത ഭക്തി. അഹൈതുകി അപ്രതിഹത എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവും ഇല്ലാത്തത്, ഒരു മോട്ടീവും ഇല്ലാത്തത്. ഇതാണ് ആത്മാ സുപ്രസീദതി, ആത്മാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു ഭക്തി ഒരു 10-20 വർഷം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടും നമ്മളുടെ ആത്മാവ് പ്രസീദതി ആവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവിന് സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്താണ് കാരണം? തിരിച്ചു പോയി ചിന്തിക്കണം, എൻ്റെ ഭക്തി അഹൈതുകി അപ്രതിഹത ആണോ എന്ന്. നമ്മളുടെ ആരുടെയും ഭക്തി അങ്ങനെ അല്ല. ഒന്ന്, ഒരു തുടക്കക്കാരന്റെ ഭക്തി എന്ന് പറയുന്നത് പല മോട്ടീവ്സും ഒക്കെയാണ്. പക്ഷെ ഗ്രാജുവലി നമ്മൾ ആ തുടക്കക്കാരിൽ നിന്നും പുരോഗമിക്കണം. എന്നാലേ ഭക്തി വന്നിട്ട് എന്താകത്തുള്ളൂ? പുരോഗമിക്കുകയുള്ളൂ. തുടക്കക്കാരിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയില്ല? നമുക്ക് പുരോഗതി ഉണ്ടാവുകയില്ല. എന്തിനാണ് നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്? ഭഗവാൻ യയാത്മ സുപ്രസീദതി. അങ്ങനെ എൻ്റെ ആത്മാവ് സുപ്രസീദതി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ടും അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഭക്തി അഹൈതുകി അപ്രതിഹത അല്ല. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ചിന്തിക്കുക, ഞാൻ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണോ, അതോ വെൽത്ത് അല്ലെങ്കിൽ എന്താണ് ധനം നേടാൻ വേണ്ടിയിട്ടാണോ, എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ല. എന്താണ്? നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഭക്തി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ ആരാണ്? ഈശ്വരന്റെ അംശമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. ആ അംശങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? പൂർണ്ണമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ഇതെന്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ പരോധർമ്മമാണ്. ആ പരോധർമ്മം എന്ന് പറയുന്നത് ഒരു മോട്ടീവ് വേണ്ടി, ഈ പ്രകാരം ഈ ഭൗതിക ലോകത്തിൽ കിട്ടുന്ന ധനം അല്ലെങ്കിൽ പ്രശസ്തി, പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്ത ഈ ജന്മം കഴിയുമ്പോൾ പിന്നെ ആ ഭക്തിക്ക് എന്താണ് പ്രയോജനം?
അതെല്ലാം കിട്ടും ഈ ജന്മത്തിൽ. പക്ഷെ ഈ ശരീരം അവസാനിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ഇനി വേറൊരു ശരീരത്തിൽ പോകുമ്പോൾ ആ ശരീരത്തിൽ കയറി നമ്മൾ അടുത്ത ജീവിതം തുടങ്ങുമ്പോൾ വീണ്ടും ABCD മുതൽ പിന്നെയും ചെയ്യേണ്ടി വരും. ധനം, പ്രശസ്തി, പേര്, ഇതെല്ലാം ആ ഒരു ജന്മം കൊണ്ട് തീരും. അപ്പം ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല. അത് അഹൈതുകിയാണ്. അപ്പൊ നമ്മൾ യയാത്മ സുപ്രസീദതി, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് സുപ്രസീദതി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്, ആ അഹൈതുകിയാണോ എന്ന് ചോദിക്കണം. ഇനി അപ്രതിഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബ്രേക്സ് എടുക്കാൻ പാടില്ല എന്ന്. കൺസിസ്റ്റൻസി എന്ന് പറയും. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ കാര്യം ഒരേപോലെ ചെയ്തുകൊണ്ടേയിരിക്കുക. കൺസിസ്റ്റൻസി ഏത് എന്താണ് മേഖലയിലാണെങ്കിലും ഈ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവസാനം എന്തുണ്ടാകും, ഫലമുണ്ടാകും. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മൾ 100% നമ്മൾക്ക് ഇട്ടിട്ട് ആ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. നമ്മളുടെ ജപമാണെങ്കിലും നമ്മളുടെ സേവയാണെങ്കിലും നമ്മളുടെ ഈ ഭാഗവതം, ഭഗവത്ഗീത പോലുള്ള ധർമ്മഗ്രന്ഥങ്ങൾ വായിക്കുന്നതാണെങ്കിലും വൈഷ്ണവരുമായിട്ടുള്ള അസോസിയേഷൻ ആണെങ്കിലും എല്ലാം സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യണം. ബ്രേക്ക് എന്ന് പറയുന്ന സാധനം നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് പിന്നോട്ട് വലിച്ചുകൊണ്ട് പോകും. പിന്നെ നമ്മൾ തിരിച്ച് ആ പൊസിഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അഹൈതുകി അപ്രതിഹത എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് അർത്ഥങ്ങളും അല്ലാതെ ഈ അഹൈതുകി അപ്രതിഹതയ്ക്ക് രണ്ട് അർത്ഥങ്ങളുണ്ട്. അഹൈതുകി എന്ന് പറഞ്ഞാൽ ഈ ഭക്തി വേറൊരു കാരണം കൊണ്ടും ഉണ്ടാവുകയില്ല. ഭക്തി ഉണ്ടാവാനുള്ള കാരണം ഭക്തി മാത്രമാണ്. അറിയാം നിങ്ങൾക്ക്, നാരദ മഹർഷി പല ആൾക്കാരുടെയും സ്പിരിച്വൽ മാസ്റ്ററാണ്. നാരദ മഹർഷി ധ്രുവ മഹാരാജാവിന്റെ സ്പിരിച്വൽ മാസ്റ്ററാണ്. നാരദ മഹർഷി പ്രഹ്ലാദ് മഹാരാജാവിന്റെ സ്പിരിച്വൽ മാസ്റ്ററാണ്. നാരദ മഹർഷി മൃഗാരിയുടെ സ്പിരിച്വൽ മാസ്റ്ററാണ്. നാരദ മഹർഷി എന്തുകൊണ്ടാണ് ഇവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭക്തി ഉണ്ടാക്കിയത്? നാരദ മഹർഷി എന്നുള്ള വ്യക്തി കാരണമാണോ? അല്ല, നാരദ മഹർഷിയുടെ ഹൃദയത്തിലുള്ള ഭക്തിയാണ് ഈ ആൾക്കാരിലെല്ലാം ഭക്തി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു കാരണവുമല്ല, ഭക്തിക്ക് ഒരു കാരണവുമില്ല. ഭക്തിക്ക് ഭക്തി മാത്രമേ കാരണമുള്ളൂ. എന്താണ്? ഭക്ത്യാ സംജാതയാ ഭക്തിയ എന്ന് പറയും. അതും അഹൈതുകി എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇനി അപ്രതിഹത എന്ന് പറയുന്നതിനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഭക്തിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, തടസ്സപ്പെടുത്താൻ പറ്റുകയില്ല. ഒരു പ്യുവർ ഡിവോട്ടി അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തൻ ചെയ്യുന്ന ഭക്തിയെ ആര് വിചാരിച്ചാലും തടസ്സപ്പെടുത്താൻ പറ്റുകയില്ല. ഒരു ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും പരിശുദ്ധ ഭക്തന്റെ ഭക്തിയെ തടസ്സപ്പെടുത്തുകയില്ല. എന്ത് തരം സാഹചര്യം വന്നാലും അയാളുടെ ഭക്തി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അയാൾ. ഉദാഹരണം പ്രഹ്ലാദ മഹാരാജാവ്. പ്രഹ്ലാദ മഹാരാജാവിന് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ 9ാമത്തെ ഇനി വരുന്ന ക്യാൻഡോയിൽ വായിക്കും. 6ാമത്തെ ക്യാൻഡോയിലാണ് പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ച് പറയുന്നത്. 7ാമത്തെ ക്യാൻഡോയിൽ 7ാമത്തെ ക്യാൻഡോയിലാണ് പറയുന്നത്. അപ്പോൾ ആ പ്രഹ്ലാദ മഹാരാജാവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ അച്ഛനായ ഹിരണ്യകശിപുവും അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു? അദ്ദേഹത്തിന്റെ ഭക്തിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി പലതരത്തിലും പരിശ്രമിച്ചു. പക്ഷെ അപ്രതിഹത ഭക്തി എന്താണെന്ന് പ്രഹ്ലാദ മഹാരാജാവ് കാണിച്ചു തന്നു. പിന്നെയുണ്ട് പാണ്ഡവന്മാര്, ദ്രൗപദി, കുന്തി, ഇത്രയധികം പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ഭക്തിയെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയ ആൾക്കാരാണ് ഇതെല്ലാം. അവരുടെ ഭക്തി എന്തുകൊണ്ടാണ് അപ്രതിഹതയായത്? അവർക്ക് ഭഗവാനിലുള്ള വിശ്വാസം അത്രയും ഡീപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾക്കൊരു തടസ്സം വന്നാൽ നമ്മൾ ഭക്തിയാണ് ആദ്യം ഉപേക്ഷിക്കുന്നത്. പക്ഷെ അവർക്ക് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഭക്തിയെ കൂടുതൽ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും എനിക്ക് തടസ്സങ്ങൾ വരട്ടെ എന്ന് കുന്തി മഹാറാണി പറയും. വിപത്ത സന്തുത ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം എന്ന് കുന്തി മഹാറാണി പറയും. നമ്മൾ കേൾക്കും, 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കും. അപ്പോൾ ഇതാണ് അപ്രതിഹത എന്നതിന്റെ ഇനിയൊരു അർത്ഥം. അപ്പൊ രണ്ടർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താണ് അപ്രതിഹത എന്ന് പറഞ്ഞാൽ? തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല, അൺമോട്ടിവേറ്റഡ്, എന്ത് കാരണങ്ങൾ കൊണ്ടും അല്ല ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ടല്ല. അത് 2. ഇനി അതാണ് അഹൈതുകി അപ്രതിഹതയുടെ ഒരർത്ഥം. ഇനി 2ാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ടും അല്ല ഉണ്ടാവുന്നത്, ഭക്തി തന്നെയാണ് ഭക്തിയുടെ കാരണം. ഭക്തിയാ സംജാതയാ ഭക്തിയ.
ഒരു പരിശുദ്ധ ഭക്തന്റെ ഭക്തിയാണ് നമ്മളുടെ ഹൃദയത്തിലെ ഭക്തിയെ ഉണർത്തുന്നത്. വേറെ ഒരു കാരണം കൊണ്ടും വേറെ ഒരു ഉന്നത കുലമഹിമ കൊണ്ട് ഭക്തി ഉണ്ടാവില്ല, ജ്ഞാനം കൊണ്ട് ഭക്തി ഉണ്ടാവുകയില്ല, സൗന്ദര്യം കൊണ്ട് ഭക്തി ഉണ്ടാവുകയില്ല. എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും അത് ഭക്തി ഉണ്ടാക്കുകയില്ല. ഒരു പരിശുദ്ധ ഭക്തന്റെ ഹൃദയത്തിലുള്ള ഭക്തിയാണ് നമ്മളുടെ ഹൃദയത്തിൽ ഭക്തി ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ. ഇനി രണ്ടാമത്തേത് ഭക്തി എന്ന് പറയുന്നത് അപ്രതിഹത. ഒരു തടസ്സങ്ങളും ഇല്ലാതെയാണ് പരിശുദ്ധ ഭക്തന്മാർ ഭക്തി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ അപ്രതിഹത എന്ന് പറയുന്നത്. അപ്പോൾ ആറാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതാണ് പരോധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് 7ാമത്തെ ശ്ലോകം മുതലുള്ള ഭക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.